വീണ്ടും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി നല്ലവണ്ണം മനസ്സിലാക്കണമെന്ന് PV അൻവറിന്റെ വിവാദ പരാമർശത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി പറയുമ്പോൾ ശ്രദ്ധിക്കണം, തിരിച്ചു കിട്ടുമെന്ന് നല്ലവണ്ണം കണക്കാക്കണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് നല്ല മാറ്റം വന്നുവെന്ന് പല സൗഹൃദ സംഭാഷണങ്ങളിലും കോൺഗ്രസുകാർ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ത്യയിലുടനീളം നടന്ന് ധാരാളം അനുഭവമൊക്കെ വന്നുവെന്നാണ് കരുതിയത്. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നു പറഞ്ഞ കാര്യങ്ങൾ സാധാരണ രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലെന്ന് പിണറായി പറഞ്ഞു. രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടാകില്ല. കേരളത്തിൽ വന്ന് BJPയെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലൊരാളിൽ നിന്നും ഉണ്ടാകുന്നത് അപക്വമാണ്. കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കേണ്ട വ്യക്തിയല്ല രാഹുൽ. അതാണ് രാഹുൽ പഴയ പേരിലേക്ക് മാറരുതെന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി നല്ല മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ സാധാരണ പറയാറുള്ളത്. ഈ യാത്രയൊക്കെ നടത്തിയപ്പോൾ കുറേ അനുഭവമൊക്കെ വന്ന് അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ സൗഹൃദ സംഭാഷണത്തിലൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല. ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല. അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ആലോചനകളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നത്. ഇന്ത്യയിൽ ആ ഘട്ടത്തിലില്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ്. അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല. കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ്, ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കേണ്ട കാര്യം? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് BJPക്കെതിരെ വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലയടിച്ചുയരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് BJPയെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകാം. അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വമല്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകേണ്ടത്. അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടല്ലേ മാറേണ്ടത്. അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണോ ഉണ്ടായത്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് എന്ന്. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ്. ആ പറഞ്ഞത് തീർത്തും ശരിയായൊരു കാര്യമാണ്. ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. വിഷലിപ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. BJP സർക്കാരിന് ഇനിയൊരു ഊഴം കൂടി ലഭിച്ചാൽ അത് രാഷ്ട്രത്തെ തന്നെ അപകടമാകും. BJPയെ പരാജയപ്പെടുത്താനുള്ള പൊതു സാഹചര്യം വന്നിരിക്കുകയാണ്. അത് BJPക്കും മനസ്സിലായി തുടങ്ങി. വർഗീയ കാർഡ് ഇറക്കിക്കളിക്കാൻ തയ്യാറായിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്.
പ്രധാനമന്ത്രി അടക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടില്ല. പച്ചയായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ പ്രധാനമന്ത്രി വർഗീയ പ്രചാരണം നടത്തി. പക്ഷേ കമ്മീഷൻ ഇടപെടുന്നില്ല. കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഘട്ടമാണിത്. ഇതേവരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. കോടതിക്ക് മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടി വരും. BJPക്കെതിരായ പൊതുവികാരം കൂടുതൽ ശക്തമാവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏകപക്ഷീയമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ രാജ്യത്തെ പരമോന്നതമായൊരു ഭരണഘടനാ പദവിയല്ലേ. ആ പരമോന്നതമായ ഭരണഘടനാ പദവിയിൽ നാം പൊതുവെ പ്രതീക്ഷിക്കുന്ന നിഷ്പക്ഷത, അതിൻ്റെ ഭാഗമായുള്ള കാര്യക്ഷമത, അതോടെ ഉള്ള ഇടപെടൽ വരുമ്പോൾ ആ ഇടപെടൽ പാടില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് എന്തിനാണ്? തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള കമ്മീഷനാണ് വരേണ്ടത്. കമ്മീഷൻ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാകണം. ഇതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തിനുള്ള സമിതി തന്നെ ആ തരത്തിലേക്ക് മാറ്റിയത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഒരുപാട് ചട്ടലംഘനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ അടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ച അനുഭവം രാജ്യത്തിനില്ല. ഇപ്പോൾ പച്ചയായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഇടപെടേണ്ട കേസാണിത്. പക്ഷേ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.